നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു വഴുതനങ്ങ കറിയാണ്. നമ്മൾ ഈ വഴുതനങ്ങയൊക്കെ എണ്ണയിലൊന്ന് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് സവാളയും തക്കാളിയും പൊടികളും ഒക്കെ ചേർത്ത് വഴറ്റിയെടുക്കുന്ന നല്ല കിടുക്കനൊരു റെസിപ്പിയാണ്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാൻ പറ്റും. അത് മാത്രമല്ല, ഈ കറിയുടെ കൂടെ നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് തോരനോ മെഴുക്കുവരട്ടിയോ ഒന്നും ആവശ്യം വരില്ല. ഒരൊറ്റ കറി കൊണ്ട് നമുക്ക് നിറയെ ചോറ് കഴിക്കാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കുറച്ച് വലിയ വഴുതനങ്ങയാണ്, നീളമുള്ളതാണെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക്. ഇപ്പം ഞാൻ ചെറിയ വഴുതനങ്ങ ഇതേപോലെ 4ആയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് മുറിച്ചെടുത്തിട്ടില്ല, ജസ്റ്റ് നടുവിൽ വരെയും ഒന്ന് കോഡ് ചെയ്തിട്ടിട്ടേ ഉള്ളൂ. ഇത് ഫുള്ളായിട്ട് മുറിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെയൊന്ന് നമ്മൾ ജസ്റ്റ് ഒരു കോഡ് ഇട്ടാൽ മതിയാവും. ഞാനിത് വെള്ളത്തിലിട്ട് നല്ലതുപോലെ വാഷ് ചെയ്ത് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്, വെള്ളമൊന്നും ഇല്ലാതെ. ഇനി ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 1 ടീസ്പൂൺ, കറിവേപ്പില, ഒരു വലിയ തക്കാളി കട്ട് ചെയ്തത്, നമുക്ക് ഒരു നാരങ്ങയുടെ വലിപ്പത്തിന് പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളിത് പുളിയൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു കറിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ കായം പൊടിച്ചത്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, താളിക്കാനായിട്ട് കടുകും ജീരകവും ഉലുവയും. ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ കറി റെഡിയാക്കി എടുക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ വഴുതനങ്ങയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് മാത്രം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ നമുക്കിത് തിരിച്ചു മറിച്ചു വിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. ഈ കറിയിൽ കുറച്ച് എണ്ണ കൂടുതലും ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എണ്ണ കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ എണ്ണയുടെ അളവ് കുറയ്ക്കാം. പക്ഷേ ഈ കറിയിൽ എപ്പോഴും നമ്മൾ എണ്ണ കുറച്ച് കൂടുതൽ ചേർത്താൽ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഇത് തിരിച്ചിട്ടുകൊണ്ട് എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങൾക്കിപ്പം ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ സവാളയും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് അതിലേക്ക് തന്നെ നമ്മൾ ഈ വഴുതനങ്ങയും കൂടെ ചേർത്ത് വഴറ്റിയും ഈ കറി ചെയ്യാം. പക്ഷേ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഈ കറിയുടെ മെയിനായിട്ടുള്ളൊരു ടേസ്റ്റ്. ഇതിപ്പം ഇതേപോലെ ഓരോ സൈഡും നമുക്കിങ്ങനെ തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ കറിക്ക് വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണയിൽ ചെയ്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഈ കറിക്ക്. അപ്പോൾ അങ്ങനെ നമ്മളിതിൻ്റെ എല്ലാ സൈഡും ഒന്ന് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് ഒന്ന് മാറ്റി ഒരു ബൗളിലേക്ക് വയ്ക്കാം. നമ്മൾ എല്ലാ വഴുതനങ്ങയുടെ പീസസും ഈ ബൗളിലേക്ക് മാറ്റാം. ഇപ്പം നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ ചെയ്യാനാണെങ്കിൽ കൂടെ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഓരോ എണ്ണയിൽ ചെയ്യുമ്പോഴും ഈ കറിക്ക് ഓരോ ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. നമുക്കിനി അതേ എണ്ണയിലേക്ക് തന്നെ കടുകിട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്കിതിൽ ഒരുപാട് എണ്ണ യൂസ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്ത് മാറ്റിയിട്ട് ഇതിലേക്ക് കറി ചെയ്താൽ മതിയാവും. ഞാനിപ്പോൾ ഈ എണ്ണയിൽ തന്നെ കടുകും കുറച്ച് ഉലുവയും ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി ജീരകവും ഉലുവയൊക്കെ ഒന്ന് മൂത്ത് നല്ലൊരു മണം വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഈ സവാളയൊന്ന് വഴറ്റിയെടുക്കണം. ഈ സവാളയൊക്കെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് എണ്ണയിലിട്ടൊന്ന് വഴറ്റണം. നമ്മൾ ഈ പുളി ഒഴിച്ച് ചെയ്യുന്ന ഏത് കറി ആയാലും അതിലൊരല്പം ഉലുവ ചേർക്കുന്നത് നല്ലതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ കറിയിലൊക്കെ കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ചേർക്കാം. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച മണം ഒന്ന് പോകുന്നത് വരെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ 1-2 പച്ചമുളക് കൂടെ ചേർക്കാമേ. ഞാനിപ്പോൾ ഇതിൽ പച്ചമുളകിന് പകരം മുളക് പൊടിയാണ് കൂടുതലും ചേർക്കുന്നത്. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം പോയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ തക്കാളി സ്ലൈസ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഈ എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ തക്കാളിയൊക്കെ ഒന്ന് നല്ല സോഫ്റ്റായിട്ട് ഇതിൽ നിന്ന് എണ്ണയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വരണം. അതുവരെ നമുക്കിതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഈ കറിക്ക് കുറച്ച് എണ്ണ കൂടുതൽ ചേർക്കുന്നത് തന്നെയാണ് കേട്ടോ ടേസ്റ്റ്. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഈ മുളക് പൊടിയുടെയൊക്കെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും പൊടികളാണ് നമ്മൾ ഈ കറിയിലേക്ക് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പിഞ്ച് ഗരം മസാല കൂടെ ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലത് ഇട്ടിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ എപ്പോഴും സിമ്മിലിട്ടിട്ട് വേണം വഴറ്റിയെടുക്കാൻ. ഈ പൊടികൾ ചേർക്കുമ്പോഴും സിമ്മിലിടണേ. ഇനി ഈ പൊടികളുടെയൊക്കെ ഒരു പച്ച മണം പോകുന്നത് വരെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ആ പൊടിയുടെയൊക്കെ പച്ച മണം ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പുളി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെള്ളത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പുളി ചേർത്തിട്ടുണ്ട്. കുറച്ച് കട്ടിയായിട്ടുള്ള പിഴിഞ്ഞാണ് ഞാൻ പുളി ഇതിൽ ചേർക്കുന്നത്. ഈ പുളിയൊക്കെ ആദ്യം നമുക്ക് കുറച്ച് ചേർത്തിട്ട് വീണ്ടും ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.5 കപ്പ് എടുത്ത് വെള്ളം ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂട് വെള്ളം വേണം ചേർക്കാൻ. നമ്മൾ ഈ കറിയിലേക്ക് പച്ചവെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല. നമ്മൾ നല്ല ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ കറികളിലൊക്കെ എപ്പോഴും പുളി ഉപ്പും ഒക്കെ ആദ്യം കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ കുറച്ച് കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പുളി ഉപ്പൊക്കെ കുറയ്ക്കാൻ കുറച്ച് പാടാണ്. ഇപ്പം നമ്മുടെ കറി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ തിളച്ച് വരുന്ന കറിയിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ വഴുതനങ്ങ ഒരുപാടിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് കുറച്ച് പൊടിഞ്ഞു പോവും. വഴുതനങ്ങയൊക്കെ നല്ലതുപോലെ സോഫ്റ്റായി ഫ്രൈ ആയി വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കറിയൊക്കെ ഈ വഴുതനങ്ങയുടെ മേലെ കുറച്ചെടുത്ത് ഈ ഗ്രേവിയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഈ വെള്ളം കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം.
ഞാനത് മൂടി വെക്കുന്നില്ല. നമ്മളിത് ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചതുകൊണ്ട് കുറച്ച് മൂടി വെച്ച് വേവിച്ചാൽ ഇത് വീണ്ടും പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ ആവശ്യത്തിനൊന്ന് വറ്റി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കുറച്ചുകൂടെ വേണമെങ്കിൽ വറ്റിച്ച് നല്ലതുപോലെ പുരട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇത് ചോറിൽ ഒഴിച്ച് കഴിക്കാനുള്ള രീതിയിൽ കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. ഇനി കുറച്ച് മല്ലിയില കൂടെ കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളിത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പകരം ലാസ്റ്റിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മല്ലിയില തീർച്ചയായും ഇതിലിട്ട് കൊടുക്കണേ. നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകി ഈ മസാലയൊക്കെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയിൽ നല്ല പോലെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണാൻ പറ്റും എത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കറി വന്നിട്ടുണ്ടെന്ന്. ഈ ഗ്രേവിയുടെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. നിങ്ങൾക്കിത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് പുളിയും ഉപ്പുമൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് ബ്രിഞ്ചാൾ കറി റെഡി ആയി കഴിഞ്ഞു. ഇതെന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു റെസിപ്പിയാണ്. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ലൈക്ക് ചെയ്യാൻ പറയണേ. താങ്ക്